ഗൈസ് അപ്പം നിങ്ങൾ തമ്മിലുണ്ടല്ലോ മീഷോൻ്റെ പിന്നെയും ചോദിച്ചു. അപ്പം ഇത് ഞാൻ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഫ്ലിപ്കാർട്ടിൽ ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്ത് അവർ ക്യാൻസൽ ചെയ്തപ്പം ഞാൻ ഒന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് വെച്ചിട്ട് മീഷോയിൽ ഓർഡർ ചെയ്തു. അത് അവർ മെയ് 21 കൊണ്ടുത്തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മെയ് 21 വെയിറ്റ് ചെയ്തു. മെയ് 21 ഞാൻ നോക്കുമ്പം എനിക്കന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ നോക്കിയപ്പം ഓർഡർ കിട്ടിയിട്ടില്ല. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അന്ന് തന്നെ കൊണ്ടുത്തരും എന്ന് പറഞ്ഞു. ഞാനൊരു 7 മണി വരെ വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി തരലുണ്ടാവില്ല, പിറ്റേന്ന് തരുമായിരിക്കും വെച്ചു. ഞാൻ പിറ്റേന്ന് നോക്കിയപ്പം അവരത് 24-ാം തീയതി എത്തിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ 24-ാം തീയതി എത്തിക്കട്ടെ എന്ന് വെച്ചിട്ട് 24-ാം തീയതി വരെ വെയിറ്റ് ചെയ്തു. ആസ് യൂഷ്വൽ അത് പിന്നെ അവർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ആവശ്യമാണല്ലോ അതിനും കൊണ്ട് ഞാൻ പിന്നെ അത് ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്ത ഡ്രസ്സായിരുന്നു. ജൂൺ 5-ന് അവരെത്തിക്കാൻ പറഞ്ഞു. ജൂൺ 3-ന് എത്തിച്ചു. അതാണിത്. പിന്നെ പാർട്ട് 1-ൽ കണ്ട ഈ ഡ്രസ്സ്. പക്ഷേ ഞാൻ വേറെ ഡ്രസ്സ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാമെന്ന് ആണ് പാർട്ട് 1-ൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. ഡ്രസ്സ് അവരെത്തിച്ചില്ല. അപ്പം ആ ഡ്രസ്സ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സാണത്. അതെനിക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല, ഒന്നെങ്കിലും കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇനി ഓർഡർ ചെയ്യുന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.